ഹലോ. അപ്പോൾ നമ്മുടെ വീക്കെൻഡ് വ്ലോഗാണ്. വീക്കെൻഡ് വ്ലോഗ് ഞാനിതെടുത്തത് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തു തോർന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. മഴ കൊണ്ടാണെന്ന് തോന്നുന്നു കുട്ടികൾക്കൊക്കെ നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡേ ആയപ്പോഴത്തേക്കും പൊടിമോന് ചെറുതായിട്ട് പനിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റർഡേ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന രാവിലെയൊക്കെ പൊടിമോന് ചെറിയ ചെറിയ കുഞ്ഞു പനികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിനീഷേട്ടനാണ് അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുകയാണ്. സാമ്പാറും ദോശയായിരുന്നു. നമുക്കായിട്ട് റാഗി ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പൊടിക്കുഞ്ഞിന് അരിദോശ. പൊടിക്കുഞ്ഞ് പനിയുള്ള സമയത്ത് അലർജി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന് നമ്മൾ അരിയുടെ ആഹാരം മാത്രമേ ആ സമയത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനത് കൊടുത്തു. പിന്നെ ഞങ്ങൾക്കായിട്ട് റാഗി ദോശ ഉണ്ടാക്കി. റാഗി ദോശ റെസിപ്പി നമ്മളോട് ചോദിച്ചവർക്കായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ബിനീഷേട്ടനാണ് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയത്. ബീട്രൂട്ടും പൊട്ടറ്റയും കൂടി ഒരു മെഴുക്കുവരട്ടി, അതുപോലെ തന്നെ രസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് ബീട്രൂട്ടും പൊട്ടറ്റയും ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ജലദോഷമാണെങ്കിലും അവർ അങ്ങോട്ട് കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത് കേട്ടോ. വിനീഷേട്ടൻ വേഗം കുക്കിംഗ് ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ പൊടിക്കുഞ്ഞിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. അവനെ നോക്കിയിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴാണ് അലർജി വരിക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ സ്വെല്ലിങ് പോലെ വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഡ്രോയിങ് ഒക്കെ ചെയ്തു. പിന്നെ ചേട്ടൻ എന്നാ ചെയ്യണമെന്നൊക്കെ നോക്കിയിരിക്കണം. കേദാറിന് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിട്ട് ഇതൊരു ഇലക്ട്രിസിറ്റി കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സയൻസ് കിറ്റാണ് കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്. കുട്ടികൾ സ്ക്രീൻ സ്പേസ് കുറച്ചിട്ട് അവരിങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്തുകൊണ്ടിരുന്നോളും. നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ബിനീഷേട്ടൻ ആ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ വേഗം ചോറൊക്കെ ഉണ്ടു. ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു പൊടിക്കുഞ്ഞ് നല്ല രീതിയിൽ പനിച്ചു തുടങ്ങി. കേദാറിനും പനിയായി കേട്ടോ. ജലദോഷമൊക്കെ പനിയായിട്ട് അങ്ങോട്ട് വന്നു. പിന്നെ ടെമ്പറേച്ചർ അങ്ങോട്ട് താഴുന്നേ ഇല്ലാതെ രണ്ടാൾക്കും. പൊടിക്കുഞ്ഞിന് രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അലർജി പോലെ ഞാൻ പറഞ്ഞില്ലേ സ്വെല്ലിങ് വരാറുണ്ട്. അങ്ങനെ സ്വെല്ലിംഗ് ഒക്കെ വന്ന് പിന്നെ രാത്രി 2 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകേണ്ട ഒരവസ്ഥ വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ശനി, ഞായർ, തിങ്കൾ ഈ ദിവസങ്ങളിലെല്ലാം ഹോസ്പിറ്റലിലേക്ക് നമ്മൾ തിങ്കളാഴ്ച പോയതിൻ്റെ ഒരു ഇതാണ് കേട്ടോ വീഡിയോ ആണിത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി വരണു. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.